നമുക്ക് ഒരുപാട് കുട്ടികൾ വാട്സപ്പ് വഴിയാണെങ്കിലും നമ്മുടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വഴി കോൺടാക്ട് ചെയ്തിട്ടാണെങ്കിലും ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, സാറേ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് കേരളത്തിന്റെ അകത്ത് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് കേരളത്തിന്റെ അകത്ത് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആഫ്റ്റർ പ്ലസ് ടു മലയാളം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ മെയിൻ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചിട്ടും അതിന്റെ അഡ്മിഷൻ സാധ്യതകളെ കുറിച്ചിട്ടും ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടും, അത് മാത്രമല്ല പിന്നെയും നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ പ്ലസ് ടു എന്തെല്ലാം കോഴ്സുകളുണ്ട് അത് വിദ്യാർത്ഥികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾക്ക് ഭാവിയിൽ ഇതുപോലത്തെ വെറൈറ്റി കോണ്ടന്റുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 100,000-ഓളം കുട്ടികളാണ് LBS ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് LBS ആപ്ലിക്കേഷൻ? അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ആണ്. അതായത് ഇപ്പൊ MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ അതുപോലത്തെ കോഴ്സുകളുണ്ട്. ഡോക്ടർ ആവുന്ന കോഴ്സുകൾ, ഇത് പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന മെഡിക്കൽ കോഴ്സുകളാണ്. ഇപ്പൊ ഇങ്ങനത്തെ കോഴ്സുകൾ പഠിച്ചിറങ്ങുമ്പോൾ ഡോക്ടർ എന്ന് പറയുന്ന ലേബലിലോട്ട് എത്താൻ പറ്റും. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം? നീറ്റ് പരീക്ഷ എഴുതിയിരിക്കണം. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നീറ്റ് പരീക്ഷ എഴുതാതെ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ പാരാമെഡിക്കൽ കോഴ്സുകൾ നമുക്ക് 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സസ്, ഡെവലപ്പിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് ലെവൽ ഓഫ് പാരാമെഡിക്കൽ കോഴ്സുകൾ, അങ്ങനെ 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് പറഞ്ഞുതരാം. പ്രാക്ടീസിങ് കരിയർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർമാരുണ്ടല്ലോ, ഇവര് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ വലിയ ഡോക്ടർമാരൊന്നും ആവുന്നില്ല. ഇവര് എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യും തോറും ഇവരുടെ സ്കില്ലും അതുപോലെ തന്നെ ഇവരുടെ നോളജും ഡെവലപ്പ് ചെയ്യും തോറും ഇവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടും. അങ്ങനെയാണ് ഡോക്ടർമാരുടെ അവസ്ഥ. അതേപോലെ വരുന്ന പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. ഫിസിയോതെറാപ്പി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സുകളാണ്. ഡെവലപ്പിംഗ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും. ഇപ്പൊ നഴ്സിംഗ് 100 കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ 110 കുട്ടികൾക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് എന്നാലും ഹോസ്പിറ്റലിന് വേണ്ട നഴ്സുമാരെ കിട്ടാത്തൊരവസ്ഥയാണ്. അതാണ് ഡെവലപ്പിംഗ് ലെവൽ ഓഫ് പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുന്നത്. മൂന്നാമത് സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് ലെവൽ ഓഫ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയാം. അതായത് ഇപ്പൊ 10 കുട്ടികൾ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്, 10 കുട്ടികൾക്കേ ജോബ് ഉള്ളൂ. അതായത് ഈക്വൽ ആണ് അവിടെ. 10 കുട്ടികൾ പഠിച്ചിറങ്ങി ആ 10 കുട്ടികൾക്ക് ജോലി കിട്ടി, ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ് എന്ന് പറയാം. അല്ലെങ്കിൽ 10 കുട്ടികൾ പഠിച്ചിറങ്ങി 8 കുട്ടികൾക്ക് ജോബ് കിട്ടിയിട്ടുള്ളൂ, 2 കുട്ടികൾ പെൻഡിങ് ആണ്, അടുത്ത വാക്കൻസി അവർ കണ്ടുപിടിക്കണം. അപ്പോൾ അത് എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് ലെവൽ ഓഫ് കോഴ്സസ് ആണ്. അപ്പൊ എന്ത് തന്നെ ആയിക്കോട്ടെ, പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് BSc നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, മെഡിക്കൽ ലാബ് ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഒപ്റ്റോമെട്രി, മെഡിക്കൽ ബയോ കെമിസ്ട്രി, ഇതുപോലെ BPO, ബാച്ചലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് എന്ന് പറയുന്ന കോഴ്സ്, ഇതുപോലെ 15ഓളം പാരാമെഡിക്കൽ കോഴ്സുകൾ 2025 കണക്ക് പ്രകാരം കേരളത്തിലുണ്ട്. അപ്പൊ ഈ കോഴ്സുകളുടെ ലിസ്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പൊ ഇതുപോലത്തെ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എൻട്രൻസ് എക്സാംസ് എഴുതേണ്ട കാര്യമില്ല. പല കുട്ടികളുടെ വിചാരമാണ് നീറ്റ് പരീക്ഷ എഴുതണോ എന്നുള്ളത്. നീറ്റ് പരീക്ഷയോ അല്ലെങ്കിൽ കീമ് പരീക്ഷയോ ഇതുപോലത്തെ ഒരു എൻട്രൻസ് എക്സാമും എഴുതേണ്ട കാര്യമില്ല. ഈ വർഷവും LBS വഴിയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. LBS എന്താണ്? LBS എന്ന് പറയുന്നത് ഒരു അലോട്ട്മെന്റ് പ്രോസസ് ആണ്. അതായത് ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് പഠിച്ചു വന്ന കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +1 അഡ്മിഷൻ കിട്ടിയ ഒരു പ്രോസസ്. അതായത് 10ാം ക്ലാസ്സിന്റെ മാർക്ക് ഹയർ സെക്കൻഡറിയുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് സ്കൂളിന്റെ പേര്, അതിൽ സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ മാർക്ക് അനുസരിച്ചിട്ട് നമുക്ക് SMS വന്നു, അലോട്ട്മെന്റ് വന്നു. നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് കയറുന്ന സമയത്ത് നമുക്ക് ഇന്ന സ്കൂളിൽ സയൻസ് കിട്ടി നമ്മൾ അറിഞ്ഞു. ഇതേപോലെ തന്നെ +2 മാർക്ക്, അതായത് +2 മാത്രം മാർക്ക് അടിസ്ഥാനത്തിലാണ് ഇതുപോലത്തെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുക. +1 മാർക്ക് നോക്കത്തില്ല. അതായത് +2 മാർക്ക് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ BSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്കാണ് നോക്കുന്നത്. ഇത് ഇൻഡെക്സ് മാർക്കിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഫിസിക്സ് ആണെങ്കിൽ 60 മാർക്ക് തിയറി, 40 മാർക്ക് പ്രാക്ടിക്കല്, അതുപോലെ തന്നെ 20
മാർക്ക് സി മാർക്ക്, ഇങ്ങനെ ടോട്ടൽ 120 മാർക്കിലാണ് നമുക്ക് ടോട്ടൽ പെർസെൻറ്റേജ് വരുന്നത്. ഇത് 100 കൺവേർട്ട് ചെയ്ത് 100% കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 300 കൺവേർട്ട് ചെയ്യും. അതായത് 360 ഉള്ളത് 300 ആക്കിയിട്ട് ഇതിന്റെ ഇൻഡെക്സ് മാർക്ക് അടിസ്ഥാനത്തിലാണ് നമുക്ക് കേരളത്തിൽ അലോട്ട്മെന്റ് കിട്ടുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. LBS കഴിഞ്ഞ പ്രാവശ്യം എത്ര മാർക്കുള്ള കുട്ടികൾക്കാണ് കേരളത്തിലുള്ള ഈ 15ഓളം പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കോട്ട റിസർവേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ കോളേജ് വൈസ് ആയിട്ടും ഏതൊക്കെ പിള്ളേർക്കാണ് അഡ്മിഷൻ കിട്ടിയതെന്ന് താഴെയുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വർഷം അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ആവും. അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏതൊക്കെ കോളേജുകളിൽ കഴിഞ്ഞ വർഷം എത്ര മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്, അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെയാണ് കേരളത്തിലെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റുകൾ, ഇപ്പൊ LBS ആപ്ലിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്, നീറ്റിന്റെ എക്സാം എന്നാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് അപ്ഡേറ്റുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിലും കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ എന്തെങ്കിലും വെറൈറ്റി കണ്ടന്റുകൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ആ വിഷയത്തിൽ നമ്മൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.